ശിഖയുടെ വീട്ടിലെ സ്വീകരണ മുറിയിലായിരുന്നു നിരുപമാവർമ്മ. സെർവന്റ് കൊണ്ടുവന്ന ജ്യൂസ് അവരൊന്ന് സിപ്പ് ചെയ്തിട്ട് നിരഞ്ജനെ നോക്കി. നിങ്ങൾക്ക് ആദ്യോട് ശത്രുതയുണ്ടെന്ന് എനിക്കറിയാം. അവനെ എന്നേക്കുമായി തുരത്താനുള്ള വഴിയാണ് ഞാനീ പറയുന്നത്. അവൻ പെങ്ങളെ അമ്മന് കൊടുക്കട്ടെ. അതോടെ അവന്റെ പതനം പൂർണ്ണമാകും. പിന്നെ നാടും വീടും കുടുംബവും വിട്ട് ശാപം കിട്ടിയ അശ്വത്ഥാമാവിനെ പോലെ അവൻ അലയേണ്ടി വരും. എല്ലാ സ്വന്തം ബന്ധങ്ങളും നഷ്ടപ്പെട്ട് പ്രതാപവും പ്രൗഢിയും നഷ്ടപ്പെട്ട് ഒടുവിൽ ഏതെങ്കിലും ഒരു തെരുവിൽ കിടന്ന് അവൻ നരകിച്ചു മരിക്കും. അല്ലെങ്കിൽ നമ്മൾ തന്നെ അങ്ങ് തീർത്താലും മതിയല്ലോ. അങ്ങനെ ആദിത്യനാഥവർമ്മയ്ക്ക് അരുന്ധതി തമ്പുരാട്ടിയിലുണ്ടായ വിത്ത് എന്നേക്കുമായി അവസാനിക്കും. പിന്നെ ശിഖ, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിരഞ്ജൻ അടിക നിരുപമയുടെ മുഖത്തേക്ക് സാഗൂതം നോക്കി. അവരുടെ കണ്ണിൽ പകയിരുന്നത് അയാൾ കണ്ടു. പക്ഷേ എനിക്കിതിൽ എന്താണ് നേട്ടം നിരുപമാവർമ്മ? അയാൾ ഒരു കുറുക്കന്റെ കൗശലത്തോട് ചോദിച്ചു. നിങ്ങൾക്ക് ആദിശേഷനോട് പകയില്ലെന്നാണോ? നിരഞ്ജൻ അതിന് മറുപടി പറയാൻ തുടങ്ങുമ്പോഴാണ് അപ്സര പെട്ടെന്ന് അങ്ങോട്ട് വന്നത്. ഡാഡി, ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പൊ വരാം അപ്പോ. മകളോട് പറഞ്ഞിട്ട് നിരഞ്ജൻ നിരുപമയെ നോക്കി. നിരുപമ ഇപ്പോൾ പോയിക്കോളൂ, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് വിവരം പറയാം. നിരുപമ അതൃപ്തിയോടെയാണ് എഴുന്നേറ്റത്. അത് നിരഞ്ജന് മനസ്സിലാവുകയും ചെയ്തു. അപ്സര അക്ഷമയോടെ നിൽക്കുകയായിരുന്നു. എന്താ അപ്പു, എന്തു പറ്റി? ഡാഡി ഡാഡി എന്തിനാണ് ഇവർ പറയുന്നതിനൊക്കെ ചെവി കൊടുക്കുന്നത്? അവർ ആദ്യം തകർക്കാൻ നടക്കുന്നവരാണ്. അതിന് ഡാഡിയുടെ കൂട്ട് കിട്ടാൻ വേണ്ടിയുള്ള നാടകമാണിതെല്ലാം. അപ്സര ദേഷ്യത്തോടെ സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. നിരഞ്ജനും അവൾക്കെതിരെ ഇരുന്നു. അതിനെന്താ പ്രശ്നം അപ്പു? എനിക്കും ആദിശേഷനോട് ശത്രുതയുണ്ടല്ലോ. എന്റെ മകളോട് നീതികേട് കാണിച്ചവനല്ലേ അവൻ. അവനോട് ഞാൻ എങ്ങനെ ക്ഷമിക്കും? അപ്സരയുടെ മുഖം മങ്ങി. ഡാഡി പ്ലീസ്, ആദ്യം എനിക്ക് വേണം. ഞാൻ അയാളെ ഒരുപാട് പ്രേമിക്കുന്നുണ്ട്. എനിക്കതാണ് മനസ്സിലാവാത്തത്. അന്ന് ആ പാലസിൽ വെച്ച് ആദ്യം നിന്നോട് മോശമായി പെരുമാറി എന്ന് നീ പറഞ്ഞു. എന്നിട്ട് നിനക്ക് അവനോട് പ്രേമം. അവൻ ആ പണി കാണിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കും അവനോട് ബഹുമാനം തോന്നുമായിരുന്നു. പക്ഷെ നിന്നെ യൂസ് ചെയ്യുകയല്ലായിരുന്നു അവൻ. അപ്സര മുഖം കുനിച്ചിരുന്നു. താൻ പറഞ്ഞ വലിയൊരു കള്ളം തനിക്കെതിരെ തിരികുകയാണെന്ന് അവൾ ഭീതിയോട് തിരിച്ചറിഞ്ഞു. പക്ഷേ എനിക്ക് ആദ്യം മറക്കാൻ പറ്റുന്നില്ല പപ്പ. ദയവ് ചെയ്ത് അയാളെ എന്റെ അടുത്ത് അകറ്റുന്ന കാര്യം പപ്പ ചിന്തിക്കരുത്. പപ്പ ഇപ്പോൾ വാക്കുമാറുകയാണോ? ഞാൻ ആദ്യയുടെ കാര്യത്തിൽ എന്തുമാത്രം വിഷമിച്ചു എന്ന് പപ്പയ്ക്ക് അറിയാമല്ലോ. അതാണ് ഞാൻ പറയുന്നത് മോളൂ. നമുക്ക് നിരുപമ പറയുന്നത് പോലെ ആദ്യം തകർത്താലോ? നിന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ പ്രതികാരമല്ലേ? അല്ല പപ്പ, ഒരിക്കലുമില്ല. എനിക്ക് എപ്പോഴും പക തോന്നിയത് ആ പാർവണയോട് മാത്രമാണ്. അവൾ ആദ്യം തട്ടിയെടുത്തവളാണ്. എനിക്ക് ആദ്യയോട് ഒരു ദേഷ്യവുമില്ല. പിന്നെ പാലസിൽ നടന്നത് അതെന്റെ അർദ്ധസമ്മതത്തോടു കൂടിയായിരുന്നല്ലോ. അച്ഛന്റെ മുഖത്ത് നോക്കാനാവാതെ അപ്സര മുഖം കുനിച്ചു. നിരഞ്ജന്റെ മുഖത്ത് ഇഷ്ടക്കേട് തെളിഞ്ഞു. ദയവ് ചെയ്ത് ഇപ്പോൾ എല്ലാം അനുകൂലമായി വന്നിരിക്കുകയാണ് പപ്പ. പാർവണ എന്നേക്കുമായി ഒഴിഞ്ഞുപോയി. എനിക്കിത് ആദ്യം സ്വന്തമാക്കാനുള്ള ഒരു അസുലഭ അവസരമാണ്. പപ്പയായിട്ട് ഇനി ഇതിന് ഇടങ്കോലിടരുത്. ഒരിക്കലുമില്ല അപ്പോ. ആദ്യം നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ കളികളൊക്കെ കളിച്ചത്. എങ്കിലും നിരുപമ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ നിന്റെ മനസ്സറിയാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ചോദിച്ചതേ ഉള്ളൂ. ആദ്യയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അവൻ എനിക്ക് തന്ന അപമാനവും മുറിവും മറക്കാനും പറ്റില്ല. പക്ഷേ പ്രതികാരം നിരുപമ പറയുന്നത് പോലെ തന്നെ ആവണമെന്നില്ലല്ലോ. അവൻ നിനക്ക് ഭർത്താവായിരിക്കും. എന്നിട്ട് എന്റെ വീട്ടിലൊരു കാവൽപ്പട്ടിയെ പോലെ അവൻ കിടക്കട്ടെ. കുറെ നാൾ എനിക്കതൊന്ന് കാണണം. അതിനുള്ള വഴിയൊക്കെ ഞാൻ ചെയ്തോളാം. അതേപോലെ സ്വതന്ത്രതാക്കിയായ ഒരുത്തന്റെ കഴുത്തിൽ ഞാനൊരു ചങ്ങല പണിതിട്ടാൽ എങ്ങനെയിരിക്കും? അപ്സര പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അവൾക്ക് എങ്ങനെയെങ്കിലും ആദിശേഷനെ സ്വന്തമാക്കിയാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അധികം സംസാരിച്ചാൽ തന്റെ കള്ളി വെളിച്ചത്താകുമെന്ന് അവൾ ഭയന്നു. അതേ നിമിഷത്തിലാണ് നിരഞ്ജന്റെ ഫോൺ ശബ്ദിച്ചത്. മറുപുറത്തുനിന്ന് കേട്ട വാർത്തയിൽ അയാളുടെ മുഖം തെളിഞ്ഞു. സത്യമാണോ? ഓ, അതിനെന്താ പ്രശ്നം? സംസാരിക്കാമല്ലോ. ഇങ്ങോട്ട് വരാൻ പറയൂ. ശരി ശരി. നിരഞ്ജൻ ഫോൺ വെച്ച് അപ്സരയെ നോക്കി. എന്താ പപ്പ, ആരായിരുന്നു ഫോണിൽ? ആദിയുടെ മുതിശി ഇന്ദിരയാണ് വിളിച്ചത്. നിനക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് അപ്പോ. ആദി നീയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചു. നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് അവൻ പറഞ്ഞത്രേ. ഞാൻ അവനോട് ഇവിടെ വന്ന് നമ്മളെ മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്സരയുടെ മുഖം വിടർന്നു. കണ്ണുകളിൽ തിളക്കത്തോടെ അവൾ ഇരുന്നിടത്തുനിന്ന് ഉയർന്നു പൊങ്ങിപ്പോയി. അവളുടെ മനസ്സിൽ ആഹ്ലാദത്തിന്റെ നൂറ് നൂറ് പൂക്കുലകൾ ഉതിർന്നു വീഴുകയായിരുന്നു. ഹീസ് കമ്മിങ് മൈ ഡിയർ പ്രിൻസ്, അവൾ മന്ത്രിച്ചു. ഏട്ടൻ എന്താ ഈ പറയുന്നത്? ഞാൻ അമനെ വിവാഹം കഴിക്കണമെന്നോ? ശിഖ നിന്ന് ജ്വലിക്കുകയായിരുന്നു. അതേ പൊന്നു, എന്റെ വിവാഹം നടക്കുന്നുണ്ടൊപ്പം നിന്റെ വിവാഹം നടന്നിരിക്കണം. എനിക്ക് ഏട്ടൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഏട്ടനല്ലേ എപ്പോഴും എന്നോട് പറയാറ് പഠിച്ച് സ്വന്തം കാലിൽ നിന്നതിനു ശേഷം മാത്രം മതി വിവാഹമെന്ന്. കുടുംബത്തിൽ എത്ര പണം ഉണ്ടായാലും സ്വന്തമായൊരു തൊഴിൽ അറിഞ്ഞിരിക്കണമെന്ന്. സ്വന്തം ആത്മാഭിമാനം ആരുടെയും മുന്നിൽ പണയം വെക്കരുതെന്ന്. എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ ഏട്ടൻ എന്താ പറ്റിയത്? അതും കല്യാണം കഴിക്കാൻ പറയുന്ന ആളെ കണ്ടില്ലേ, അമൻ. അയാൾ വളരെ വൃത്തികെട്ട ഒരുത്തനാണെന്ന് ഏട്ടൻ അറിയാവുന്നതല്ലേ. ഏട്ടൻ എന്നോട് സ്നേഹമില്ല എന്നാണോ? ഷീക്ക് കരച്ചിൽ വന്നു. ഞാൻ ഇതിന് സമ്മതിക്കുമെന്ന് ഏട്ടൻ കരുതുന്നുണ്ടോ? അതിലും ഭേദം ചാവുന്നതാണ്. നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ അപ്സരയുമായിട്ടുള്ള എന്റെ വിവാഹം നടക്കില്ല പൊന്നു, ആദി അക്ഷോഭനായി പറഞ്ഞു. ശിഖ ഞെട്ടിപ്പോയി. ഇതെല്ലാം കേട്ട് നിന്ന ഇന്ദിരയും. അതേസമയം മറ്റൊരിടത്ത്, ഈ വരുന്ന ഒക്ടോബർ 12-ന് നമ്മുടെ കല്യാണമാണ് സംഗി. ഇവിടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ വെച്ചാണ് താലികെട്ട്. ഇതാ നിനക്ക് കല്യാണത്തിന് കൊടുക്കാനുള്ള സാരി. ഇഷ്ടമായെന്ന് നോക്ക്.
മണികണ്ഠൻ ഒരു ചുവന്ന പട്ടുസാരി കവറിൽ നിന്നെടുത്ത് സംഗീതയുടെ നേരെ നീട്ടി. പിന്നെ ഒരു ആഭരണപ്പെട്ടിയും. ഇത് 4-5 പവൻ കാണും. എന്നെ കൊണ്ട് കൂട്ടിയിട്ട് ഇത്രയുമേ എത്തുള്ളൂ. അത് സാരമില്ല. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും നിനക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു തരാൻ എനിക്ക് പറ്റും. ദാ പിടിക്ക് സംഗീ. മണികണ്ഠൻ വീണ്ടും സാരിയും ആഭരണപ്പെട്ടിയും സംഗീതയുടെ നേർക്ക് നീട്ടി. അത് വാങ്ങുമ്പോൾ അവളുടെ കൈകൾ വിറച്ചു. ഒക്ടോബർ 15 എന്ന് പറയുമ്പോൾ 2 ആഴ്ചയല്ലേ ഉള്ളൂ. അവളൊരു ചകിതഭാവത്തോട് ചോദിച്ചു. അതെ, അതിനെന്താ? വലിയ ഒരുക്കങ്ങളൊന്നും വേണ്ടല്ലോ. അധികമാരെയും വിളിക്കാനുമില്ല. പിന്നെ നീ ആ തള്ളയോട് പറഞ്ഞേക്ക. മണികണ്ഠൻ പുറത്തേക്ക് നടന്നുപോയി. സംഗീത ഞെട്ടിപ്പകച്ചു നിന്നു. നീ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലേ പൊന്നു? ആദി വീണ്ടും ചോദിച്ചു. ഏട്ടാ, ഏട്ടൻ തന്നെയാണ് എന്നോട് ആ ഡേർട്ടി ഫെല്ലോയെ വർത്താക്കാൻ പറയുന്നത്? ഡേർട്ടി ഫെല്ലോ? ആദി മുഖം ചൊളിച്ചു. അവൻ വളരെ റിച്ചാണ്. പിന്നെ അത്യാവശ്യ സൗന്ദര്യമുണ്ട്. അവൻ ജാതിയിൽ ഉയർന്നവനാണ്. ക്ഷത്രിയ വംശം. ആദി തെല്ലൊരു പുച്ഛത്തോടെ പറഞ്ഞു. പക്ഷേ ഏട്ടൻ പറയാറുള്ളത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി മനുഷ്യത്വമാണെന്നല്ലേ? ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കാതിരിക്കുക, സഹജീവികളോട് കരുണയുണ്ടാവുക, ഇതൊക്കെയല്ലേ? അല്ലാതെ ജാതിയും വംശമഹിമയും ഒക്കെ വെറും പുറംപൂച്ചമാണെന്നല്ലേ? ശിഖ പതറിക്കൊണ്ട് ചോദിച്ചു. അതൊക്കെ എന്റെ കൺസെപ്റ്റ് അല്ലേ പൊന്നു. ഞാൻ ഒരിടത്തും എന്റെ ജാതിയും കുലമഹിമയും ചുമന്ന് നടക്കാറില്ല. എന്റെ പേര് പോലും തിരിച്ചറിവ് വന്ന കാലം മുതൽ ആദിശേഷി എന്ന് മാത്രം ഞാൻ മാറ്റിയിട്ടുണ്ട്. ജാതിയുടെയും തറവാടിന്റെയും വാലൊന്നും എന്നെ സന്തോഷിപ്പിക്കാറില്ല. പക്ഷേ നിനക്കും മുത്തശ്ശിക്കും ഈ പണവും ജാതിയും കുലമഹിമയും ഒക്കെ ഇമ്പോർട്ടന്റ് അല്ലേ? അതുകൊണ്ടല്ലേ നീ പാർവണയെ അകാരണമായി വെറുത്തത്? അവൾ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തു? അവൾക്ക് പണമില്ല. നിന്റെയും മുത്തശ്ശിയുടെ നോട്ടത്തിൽ തറവാടത്തമോ കുലമഹിമയോ ഇല്ല. അതുകൊണ്ടല്ലേ ആ പാവത്തെ നിങ്ങളെല്ലാവരും കൂടി ഇവിടെയിട്ട് ദ്രോഹിച്ചത്. ഏട്ടന്റെ ഭാര്യയാണെന്ന് പോട്ടെ, ഒരു മനുഷ്യജീവിയാണെന്ന പരിഗണന പോലും നീ അവൾക്ക് കൊടുത്തിട്ടില്ലല്ലോ. ശിഖ പകച്ചുപോയി. അവൾക്ക് മറുപടി പറയാനുണ്ടായിരുന്നില്ല. പാർവണിക്ക് പകരം നീയും മുത്തശ്ശിയും കൂടി അനാമികയെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ നറുക്ക് വീണിരിക്കുന്നത് അപ്സരയ്ക്കാണ്. കാരണം അനാമികയേക്കാൾ പണമുണ്ട് നിരഞ്ജനടികയുടെ മകൾക്ക്, അല്ലേ? ഏട്ടാ, ആദി ചിരിച്ചു. മുത്തശ്ശി എങ്ങനെയാണ് വീണ് കിടക്കയിലാണെന്ന് എനിക്കറിയാവുന്നതാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു മനുഷ്യന്റെ ക്വാളിറ്റി പണം വെച്ചളക്കുന്നവരാണ് നിങ്ങൾ. ആദ്യം അത് പറഞ്ഞതും ശിഖയുടെയും ഇന്ദിരയുടെ മുഖം വിളറിപ്പോയി. ഷിയയ്ക്ക് വല്ലാത്ത ലജ്ജ തോന്നി. അപ്പോൾ അവനിൽ നിന്ന് എന്ത് കുറ്റമാണ് പൊന്നു നീ കാണുന്നത്? അവനെക്കുറിച്ചുള്ള എന്റെ ധാരണകൾ എന്തുമായിക്കോട്ടെ, പക്ഷേ നീ ഒരിക്കലും എന്നെ പോലെ ചിന്തിക്കുന്നുള്ളല്ലോ. ഞാൻ പാർവണയെ ഉപേക്ഷിക്കണമെന്ന് നീ ശടിക്കുമ്പോഴും ആദ്യം അനാമികയും പിന്നെ അപ്സരയും ഞാൻ വിവാഹം കഴിക്കണമെന്ന് നിരന്തരം നിർബന്ധം പിടിക്കുമ്പോഴും എന്റെ മനസ്സ് നിനക്ക് അറിയേണ്ടതായിരുന്നില്ലല്ലോ പൊന്നു. ഇഷ്ടമില്ലാത്തൊരു ജീവിതം ജീവിച്ചു തീർക്കാൻ നിങ്ങൾ എന്നെ വിധിച്ചു. ആദി പറയുന്ന ഓരോ വാക്കും ഷികയുടെ നെഞ്ചിൽ തറച്ചു കയറി. അവൾക്കതിനൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. അവളൊന്നും മിണ്ടാതെ മുഖം കുരിച്ചു നിന്നു. ആദി തുടർന്നു. അതുകൊണ്ട് നീ മറ്റൊന്നും വിചാരിക്കേണ്ട പൊന്നു. നീ ഒരു മനുഷ്യനുണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്വാളിറ്റി എല്ലാം തന്നെ അവനുണ്ട്. അവനില്ലാത്ത ക്വാളിറ്റീസ് ആളുകളിൽ നീ അപ്രീഷിയേറ്റ് ചെയ്യാത്തതുമാണ്. അതായത് നന്മ, സ്നേഹം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും നിന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമല്ലെന്ന് എനിക്കറിയാം. അമനുമായിട്ടുള്ള നിന്റെ വിവാഹം ഉടനെ നടക്കണം, നടന്നേ തീരൂ. ആദ്യം ഇത് പറഞ്ഞതും ഷിഗയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. അവൾ മുഖമുയർത്തി അവനെ നോക്കി. ഏട്ടൻ എന്നോട് പക വീട്ടുകയാണല്ലേ? പകയോ? ഞാൻ എന്തിനാണ് പൊന്നു നിന്നോട് പക വീട്ടുന്നത്? അങ്ങനെയൊന്നുമില്ല. ഞാൻ നിന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവൻ നിനക്ക് എന്തുകൊണ്ടും യോജിച്ചവനാണെന്നാണ്. എനിക്ക് അപ്സര യോജിക്കുന്നു എന്ന് നീ കരുതുന്നത് പോലെ. പിന്നെ നീ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അപ്സരയുമായുള്ള എൻ്റെ വിവാഹം നടക്കില്ല. ബാക്കിയെല്ലാം നിന്റെ ഇഷ്ടം. പറഞ്ഞിട്ട് ആദി വീട്ടിതിരെ നടന്നുപോയി. ഷിക നേരെ ചക്രക്കസേലയിരുന്ന് എല്ലാം കേൾക്കുകയായിരുന്ന ഇന്ദിരയുടെ നേരെ തിരിഞ്ഞു. മുത്തശ്ശി, ഏട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ആ അമനെ കല്യാണം കഴിക്കണമെന്ന്. അല്ലെങ്കിൽ അപ്സരയുമായുള്ള വിവാഹത്തിന് ഏട്ടൻ സമ്മതിക്കില്ലെന്ന്. എന്ത് കഷ്ടമാ മുത്തശ്ശി. ഏട്ടൻ ഇങ്ങനെ മാറുമെന്ന് ഞാൻ കരുതിയില്ല. ആദി പറഞ്ഞതെല്ലാം ഞാനും കേട്ടു പോന്നു. അവന് നമ്മളോട് ചെറിയൊരു വാശിയുണ്ട്. അത് കാര്യമാക്കേണ്ട. പക്ഷേ കാര്യമാക്കേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ മുത്തശ്ശി? ഞാൻ അവനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഏട്ടൻ അപ്സരയെ മാരി ചെയ്യില്ലല്ലോ. എന്തായാലും ആദിയും ഒപ്പമുള്ള കല്യാണം നടക്കണം. അത് നടന്നാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബന്ധമായിരിക്കും. മാത്രമല്ല ആ പാർവണ ഒരു പാഠം പഠിപ്പിക്കാനും ഇതുകൊണ്ട് കഴിയും. പാർവണയുടെ കാര്യം വിടും മുത്തശ്ശി, അതൊക്കെ കഴിഞ്ഞതാണ്. എനിക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ ഏട്ടൻ്റെ നല്ല ലൈഫ് ഉണ്ടാകണമെന്നേ ഉള്ളൂ. പക്ഷേ അതിന് ഏട്ടന് സമ്മതിക്കണ്ടേ? സമ്മതിക്കും, നീ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ. ഷിഗയുടെ നെറ്റി ചുളിഞ്ഞു. എന്ന് വെച്ചാൽ മുത്തശ്ശി എന്താ ഉദ്ദേശിക്കുന്നത്? നീ അമനെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് സീരിയസ് ആയി ഒന്ന് ചിന്തിച്ചു നോക്കു പൊന്നു. മുത്തശ്ശി! ഷിഗയുടെ മുഖം കരയുന്നത് പോലെയായി. മുത്തശ്ശിയും ഇത് തന്നെയാണ് പറയുന്നത്. ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് പൊന്നു. മാത്രമല്ല അവൻ എന്താണൊരു കുറവ്? ആദ്യം പറഞ്ഞതുപോലെ പണമില്ലേ, കുലമഹിമയില്ലേ, നിനക്കെല്ലാം കൊണ്ട് യോജിക്കുന്നവനാണ് അവനെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ ആദ്യമായി കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി എന്നത് ശരിയാ. കുറച്ച് ഇഷ്യൂസോ? അയാൾ എത്രയോ വട്ടം ഏട്ടനെ അപകടപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. എന്തിന്? എന്നെയും അങ്കിളിനെയും കൊല്ലാൻ അയാൾ ഒരിക്കലും ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയില്ലേ? ഞങ്ങൾ കഷ്ടിച്ചല്ലേ രക്ഷപ്പെട്ടത്. മാത്രമല്ല അയാൾ ഒരു പെണ്ണുങ്ങളോടൊന്നും ഒരു റെസ്പെക്ട് ഇല്ലാത്തവനാണ്. ഇതൊക്കെ ആദ്യം പറയുന്നതല്ലേ, സത്യമാകണമെന്നില്ലല്ലോ. ആദ്യക്ക് അവനോടുള്ള ദേഷ്യം കൊണ്ടോ മറ്റെന്തെങ്കിലും അസൂയ കൊണ്ടോ പറഞ്ഞതായിക്കൂടെ?
ഇന്ദിരയുടെ വാക്കുകൾ കേട്ട് ശിഖ അമ്പരന്ന് പോയി. തൻ്റെ മുത്തശ്ശി എന്ന സ്ത്രീയെ അവൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അവർക്ക് ആരുടെ സ്നേഹമില്ലെന്ന് ആ നിമിഷം അവൾക്ക് തോന്നി. ശിഖ വേദനയോടെയാണ് മുറിയിലേക്ക് പോയത്. ആദിയുടെ വാക്കുകൾ അവളുടെ ചെവികളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. ആദി പാർവണയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും അവളുടെ മനസ്സിലേക്ക് വന്നു. ഒരു വിധത്തിൽ ഏട്ടൻ പറഞ്ഞത് ശരിയല്ലേ? താൻ പാർവണയെ എന്തിനാണ് ഇത്രയും വെറുത്തത്? എന്തിനാണ് അവരെ താൻ ദ്രോഹിക്കാൻ ശ്രമിച്ചത്? പാർവണ തന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? ജീവിതത്തിൽ ആദ്യമായി ശിഖ കുറ്റബോധത്തോടെ ചിന്തിച്ചു. അന്നത്തെ രാത്രി ശിഖയെ സംബന്ധിച്ചിടത്തോളം നിദ്രാവിഹീനമായിരുന്നു. അവളുടെ ചിന്തകളിൽ പാർവണ നിറഞ്ഞു നിന്നു. ആദിയുടെ വാക്ശരങ്ങളും പാർവണയെ താൻ എന്തിനു വെറുത്തു എന്നുള്ള മനസാക്ഷിയുടെ ചോദ്യവും അവളുടെ ഉറക്കം കെടുത്തി. അവൾ പാർവണയെ ആദ്യം കണ്ടുമുട്ടിയത് മുതലുള്ള കാര്യങ്ങൾ ഓർത്തു. അവളെ ഒരുപാട് പ്രാവശ്യം ക്രൂരമായി ഇൻസൾട്ട് ചെയ്ത് ഓർത്തു. ഈ വീട്ടിൽ വരുന്നതിന് മുൻപും വന്നതിന് ശേഷം താൻ അവരോട് നന്നായി പെരുമാറിയിട്ടില്ല. എല്ലാം തുടങ്ങി വെച്ചത് താനായിരുന്നു. പലതും അവർ നിശബ്ദമായി സഹിച്ചിട്ടുണ്ട്. വല്ലപ്പോഴും പ്രതികരിച്ചതൊക്കെ അളമുട്ടിയപ്പോൾ മാത്രമാവും. തനിക്ക് കുക്കിംഗ് ഇഷ്ടമല്ല എന്ന് ശിഖ ഓർത്തു. ഒരു ചായ പോലും ഉണ്ടാക്കി കഴിക്കാനുള്ള ക്ഷമയില്ല. ഒരിക്കൽ എന്തൊക്കെയോ പരീക്ഷണം നടത്താനായി കിച്ചണിൽ കയറിയിട്ട് അത്രയും അടുത്താണ് പുറത്തേക്ക് ഇറങ്ങിയത്. എന്നിട്ടാണ് താനും അനാമിക ചേച്ചിയും കൂടി പാർവണയെ അത്രയും കഷ്ടപ്പെടുത്തിയത്. അവർ വെച്ചുണ്ടാക്കിയ ഭക്ഷണം അത്രയും കുഴിവെട്ടി മൂടാനുള്ള ഉത്സാഹം മുത്തശ്ശിയേക്കാൾ കൂടുതൽ തനിക്കായിരുന്നു. അവരുടെ അത്രയും നേരത്തെ കഷ്ടപ്പാടിന്റെ നേർക്ക് തങ്ങൾ പുച്ഛം വിതറിയപ്പോൾ അവർക്ക് എത്ര നൊന്ത് കാണും. അവരുടെ ശാപമാണോ ഇതെല്ലാം? അവരിറങ്ങിപ്പോയപ്പോൾ തങ്ങളുടെ വീടിന് ജീവനില്ലാതെയായി. തൻ്റെ ഏട്ടനെ തനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പാർവണയോട് താൻ ചെയ്ത തെറ്റുകൾക്ക് കാലം തിരിച്ചടി നൽകുന്നതാണോ? പിറ്റേന്ന് വാടിയ മുഖമോടെയാണ് ശിഖ എഴുന്നേറ്റത്. ഒന്നിനും ക്ലാസ്സിൽ പോകാൻ ഉൾപ്പെടെ അവൾക്ക് ഉത്സാഹം തോന്നിയില്ല. അന്ന് എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുമ്പോൾ ശിഖ ആദ്യം തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അവൻ മുഖം കുനിച്ചിരിക്കുകയായിരുന്നു. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയാണെന്ന് കാണുന്നവർ വിചാരിക്കും. പക്ഷേ അവൻ എന്തൊക്കെയോ ദുഃഖഭരിതമായ ചിന്തകളിലാണെന്ന് ശിഖയ്ക്ക് മനസ്സിലായി. തൻ്റെ ഏട്ടൻ എപ്പോൾ മുതലാണ് ഇങ്ങനെയായതെന്ന് അവൾ ചിന്തിച്ചു. എപ്പോഴും ആ ചുണ്ടിലുണ്ടായിരുന്ന ആ മനോഹരമായ ചിരി എവിടെ പോയി? ആ ഹൃദയം നിറയ്ക്കുന്ന കുസൃതികൾ, കൊച്ചു വർത്തമാനങ്ങൾ, അടിക്കടി എല്ലാവരെയും ചിരിപ്പിക്കുന്ന തമാശകൾ, ഇതെല്ലാം എവിടെ പോയി? പാർവണ പടിയിറങ്ങിപ്പോയതിനു ശേഷമാണ് തൻ്റെ ഏട്ടൻ ഇങ്ങനെയായത്. അതിനുശേഷം പഴയ ഏട്ടനെ നേരിൽ മാത്രമായിരിക്കുന്ന ആൾ. ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ, അവർ ഏട്ടൻ്റെ മനസ്സിനെ അത്രയും കീഴടക്കിയിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഏട്ടൻ അവരെ ഉപേക്ഷിച്ചത്? തനിക്ക് വേണ്ടിയാണോ? താനാണോ അതിന് കാരണം? ഏട്ടൻ തൻ്റെ എല്ലാ സന്തോഷവും ത്യജിക്കാൻ താൻ മാത്രമാണോ കാരണം? അപ്സര വന്നുള്ള സന്തോഷം വീണ്ടെടുക്കാൻ സാധിക്കുമോ? പാർവണയോളം അവൾക്ക് ഏട്ടനെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ? ആ ചിന്തയിൽ തന്നെ ശിഖയുടെ മനസ്സ് മ്ലാനമായി കൊണ്ടിരുന്നു. നീ എന്താ പൊന്നു ഇങ്ങനെ ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുന്നത്? കഴിക്കുക, ആദി പറഞ്ഞു. അത് കേട്ട് ശിഖയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് മറക്കാനായി അവൾ പെട്ടെന്ന് ഭക്ഷണത്തിലേക്ക് ശ്രദ്ധിച്ചു. ഏട്ടന് തന്നോട് ഇപ്പോൾ സ്നേഹമുണ്ട്. പക്ഷെ അമ്മനെ വിവാഹം കഴിക്കാൻ പറയുകയും ചെയ്തു. താനിതിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? പുറത്തൊരു കാറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ആരാണാവോ? ശിഖയുടെ ചിന്തകൾ കാട് കയറുമ്പോൾ ഇന്ദിര ആരോടൊന്നില്ലാതെ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഗോവിന്ദരാജവർമ്മ കയറി വന്നു. ആദിയും ശിഖയും അപ്പോഴേക്കും എഴുന്നേറ്റിരുന്നു. വർമ്മ രണ്ടുപേരെയും സ്നേഹത്തോടെ പുണർന്ന് ചുംബിച്ചു. ഇന്ദിരയോട് കുശലം പറഞ്ഞു. എന്തൊക്കെയുണ്ടമ്മേ വിശേഷങ്ങൾ? ഇവിടെ വിശേഷങ്ങളേ ഉള്ളൂ രാജ. എല്ലാം ഞാൻ നീ വന്നിട്ട് പറയാനിരിക്കുകയായിരുന്നു. ഇവിടെ വലിയൊരു ആഘോഷം നടക്കാൻ പോവുകയല്ലേ? ആഘോഷമോ? എന്താഘോഷം? വർമ്മ ചിരിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിനരികിലിരുന്നു. അങ്കിൾ ഫുഡ് കഴിക്കുക. ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, സംസാരമൊക്കെ പിന്നെ, ആദി പറഞ്ഞു. അവന്റെ മുഖത്ത് അസ്വസ്ഥത വ്യാപിച്ചിരുന്നു. അതേ ടെൻഷൻ ശിഖയുടെ മുഖത്തും കണ്ടു. വർമ്മ പാർവണയുടെ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഇരുവരും ഓർത്തു. അദ്ദേഹത്തിന് ടെൻഷൻ കയറിയാൽ വയ്യാതാവും. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഫോൺ ചെയ്യുമെങ്കിലും ആദ്യം ഒന്നും പറയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കണ്ണ. അല്ല, ആ കുട്ടി എവിടെ? പാർവണ മോളെ വിളിക്ക്. അവൾ കഴിക്കാൻ വന്നില്ലേ? വർമ്മ ചോദിച്ചു. ഇല്ലെങ്കിൽ നീ പോയി വിളിച്ചുകൊണ്ട് വരൂ കണ്ണ, ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിക്കാമല്ലോ. അപ്പോൾ നീയൊന്നും അറിഞ്ഞില്ലേ? പാർവണ ഇവിടെ നിന്നും പോയി, ഇന്ദിര പറഞ്ഞു. ആദ്യ ഒരു താക്കീതോടെ അവരെ നോക്കി. എത്ര കാലം എന്ന് വെച്ചാണ് നമ്മൾ സത്യം മറച്ചു വെക്കുന്നത്? എന്നായാലും ഉള്ള കാര്യം രാജൻ അറിയും. അതിപ്പോൾ തന്നെ പറയുന്നതല്ലേ നല്ലത്. വർമ്മ മനസ്സിലാവാതെ നോക്കി. അമ്മ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ കണ്ണ. പാർവണ മോൾ എവിടെ പോയി? ഇല്ലത്ത് പോയതാണോ? ഇന്നോ നാളെയോ വരില്ലേ? വീട്ടിൽ തന്നെയാ, പക്ഷേ എന്നേക്കുമായി പോയതാ, ഇനി തിരിച്ചു വരില്ല. ഈ അമ്മ എന്തൊക്കെ ഈ പറയണേ? വർമ്മയുടെ നെറ്റി ചുളിഞ്ഞു. ആദ്യം അവളെ ഉപേക്ഷിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുമാത്രമല്ല, ഇവന് വേറെ വിവാഹം നിശ്ചയിച്ചിരിക്കുക. നീ കേട്ടിട്ടുണ്ടാവും, ആ പെൺകുട്ടിയുടെ അച്ഛൻ പ്രശസ്തനായ ബിസിനസ്സുകാരനാ, നിരഞ്ജൻ അടിക എന്ന അയാളുടെ പേര്. വർമ്മ അവിശ്വസനീയതയുടെ ആദ്യം നോക്കി. അവൻ മുഖം കുനിച്ചു. ഈ കേട്ടതെല്ലാം നേരാണോ കണ്ണ? അദ്ദേഹത്തിന്റെ ശബ്ദം വിറച്ചു. എന്താ നീ മിണ്ടാത്തെ? ഇതൊക്കെ നേരാണോ എന്ന്? അതെ അങ്കിൾ, ഞാൻ പാർവണയും ഞാനും തമ്മിൽ പിരിഞ്ഞു. അവന്റെ ശബ്ദം ദുർബലമായി. വർമ്മ പെട്ടെന്ന് നെഞ്ചിൽ അമർത്തി പിടിച്ചു. അദ്ദേഹത്തിന്റെ മുഖം വേദനയാൽ ചുളിഞ്ഞു. ആൾ കസേരയിൽ നിന്ന് താഴെ വീഴാൻ പോയതും ആദ്യം പെട്ടെന്ന് അടുത്തേക്ക് ഓടിച്ചെന്നു. അങ്കിൾ എന്താ പറ്റിയത്? അവൻ അദ്ദേഹത്തെ വാരി പിടിച്ചു. നീ എന്തിനാ കണ്ണ ആ പാവം കുട്ടി ഉപേക്ഷിച്ചത്?
അതൊരു സാധുവായിരുന്നില്ലേ? ഒരുപാട് ഒരുപാട് പാവമായിരുന്നില്ലേ? നീ നീ അതിന് ചതിക്കുകയായിരുന്നോ? വിവാഹത്തിന് ശേഷവും നീ മാറിയില്ലെന്നാണോ? വർമ്മ പിറുപിറുത്തുകൊണ്ട് ആദിയുടെ കൈകളിൽ തളർന്നു കിടന്നു. അവന്റെ ഹൃദയം പിടഞ്ഞു. സംഗീത പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പലചരക്ക് കടയിലേക്ക് പോയതായിരുന്നു മണികണ്ഠൻ. ഇടവഴിയിലെത്തിയപ്പോഴാണ് സഞ്ചി എടുത്തില്ല എന്നുള്ള കാര്യം അവന് ഓർമ്മ വന്നത്. അവൻ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. വരാന്തയിലേക്ക് കയറിയപ്പോൾ തന്നെ സംഗീതയുടെ അടക്കിപ്പിടിച്ച ശബ്ദം കേട്ട് അവൻ അവിടെ തന്നെ നിന്നുപോയി. അമ്മേ, ആ വൃത്തികെട്ട സത്വം എല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞു. സാരിയും സ്വർണവും വരെ വാങ്ങിച്ചു. എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ, സംഗീത സാവിത്രിയോട് പറഞ്ഞു. മണികണ്ഠനെ കുറച്ചു മുമ്പ് പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പറഞ്ഞേച്ചതേ ഉള്ളൂ. ഇപ്പോഴെങ്ങും വരാൻ സാധ്യതയില്ല. ആ ധൈര്യത്തിലാണ് സംഗീത സംസാരിക്കുന്നത്. പക്ഷേ മോളെ, നമ്മൾ എങ്ങോട്ടാടി പോകുന്നത്? നമുക്ക് പോകാൻ ഏതെങ്കിലും ഒരു ഇടം വേണ്ടേ? ആ കുരങ്ങൻ ഇത്രയും പെട്ടെന്ന് ഇതെല്ലാം ചെയ്യുമെന്ന് ഓർത്തില്ല. കുറച്ചു കാലം കൂടി നിനക്ക് അവനെ പരിച്ചു നിർത്തിക്കൂടായിരുന്നു? എന്റെ പൊന്നമ്മേ, ഇത്രയും നാൾ ഞാൻ അയാളെ പ്രേമമാണെന്ന് പറഞ്ഞ് പറ്റിച്ചു. ഇപ്പോൾ അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഞാൻ അഭിനയിക്കുകയാണെന്ന് അയാൾക്ക് എങ്ങാൻ മനസ്സിലായാൽ തീർന്നു. അവിടുന്ന് രക്ഷപ്പെടാനല്ലേ നമ്മൾ ഈ കളിയൊക്കെ കളിച്ചത്? പക്ഷേ ഇതിപ്പോ തീക്കളിയാണെന്ന് തോന്നുന്നു. ദൈവമേ, ആ കരിങ്കുരങ്ങനെങ്ങാനും കെട്ടേണ്ടി വന്നാൽ ജീവിതം തീർന്നു. അതിലും വേഗം തൂങ്ങിച്ചാവുന്നതാണ്. എനിക്ക് ആ സാധനത്തിനെ കാണുന്നത് തന്നെ അലർജിയാണ്. അവനെന്നെ കെട്ടണം പോലും. എന്ത് യോഗ്യത ഉണ്ട് അതിനാ തെണ്ടിക്ക്? കാട്ടുപോർക്ക് പോലെ ഒരു സാധനം, മറുതേ പോലെ ഇരിക്കുന്നൊരു ഭൂതം. അവനെയൊക്കെ കെട്ടുന്നതിലും വേഗം ഞാൻ തൂങ്ങിച്ചാവുന്നതാ. ആ മണ്ടന്റെ മുന്നിൽ സ്നേഹം അഭിനയിച്ച് എനിക്ക് മടുത്തു. എന്റെ കയ്യിൽ അയാൾ തന്ന സ്വർണം ഇരിപ്പുണ്ട്. പിന്നെ അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് കുറെ കാശ് കൂടി വസൂലാക്കണം. മരമണ്ടനെ എങ്ങനെയെങ്കിലും സ്വർണവും പണവും കൊണ്ട് നമുക്ക് ഇരുചെവി അറിയാതെ സ്ഥലം വിടണം. ശരിയാ മോളെ, കർക്കോടകൻ വിഡ്ഢിപ്പരിശ തന്നെയാ. സാവിത്രി കുലുങ്ങി ചിരിച്ചു. വാതിൽക്കൽ ഇതെല്ലാം കേട്ടുകൊണ്ട് തകർന്നടിഞ്ഞ മനസ്സുമായി മണികണ്ഠൻ നിൽക്കുന്നത് സാവിത്രി സംഗീതയും അറിഞ്ഞില്ല. ഒന്ന് പതിയെ പറയാമേ, ആ മൂരി എങ്ങനെ കയറി വന്നാൽ നമ്മുടെ കാര്യം പോക്കാ. പിന്നെയും സംഗീത ശബ്ദം കേട്ടതും മണികണ്ഠന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ ആ മുറിക്കകത്തേക്ക് പാഞ്ഞു കയറി വാതിലടച്ചു. പെട്ടെന്ന് അവനെ മുന്നിൽ കണ്ടതും സംഗീത ഒന്ന് ഭയന്നു. എങ്കിലും പെട്ടെന്ന് അവൾ സംയമനം വീണ്ടെടുത്തു. ഹോ, മണിയണ്ണനായിരുന്നു. ഞങ്ങൾ പേടിച്ചുപോയി. ഇത്ര പെട്ടെന്ന് സാധനങ്ങളെല്ലാം മേടിച്ചു കഴിഞ്ഞു മണിയണ്ണ? മണികണ്ഠന്റെ മുഖം രൂക്ഷമായി. അവൻ പെട്ടെന്ന് തന്റെ അരയിൽ ഒളിപ്പിച്ചിരുന്ന വെട്ടുകത്തി എടുത്ത് സംഗീതയുടെ നേരെ ചെന്നു. നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലടി? അയ്യോ! സംഗീത ഭയന്നു പോയി. അവൾ ഒഴിഞ്ഞു മാറിയെങ്കിലും മണികണ്ഠൻ വിട്ടില്ല. അവൻ വീണ്ടും വീണ്ടും അവൾക്ക് നേരെ വെട്ടുകത്തി വീശി. ശരീരത്തിൽ അവിടെയോടെ വെട്ടേറ്റ് സംഗീത പിടഞ്ഞു നിലത്തി വീണു. അയ്യോ, ഈ കാലമടൻ എന്റെ മോളെ കൊന്നേ! ഓടി വരണേ നാട്ടുകാരെ, എന്റെ മോളെ കൊല്ലുന്നേ! സാവിത്രി അലറി വിളിച്ചു. പക്ഷേ മണികണ്ഠൻ ഭ്രാന്ത് പിടിച്ചതുപോലെ നിലത്ത് വീണ് കിടന്ന സംഗീതയെ വീണ്ടും വീണ്ടും വെട്ടി. ആദ്യം ജീവന് വേണ്ടി പിടഞ്ഞ അവളുടെ ശരീരത്തിൽ നിന്ന് പിന്നെ അനക്കമുണ്ടായില്ല. നിലത്താകെ ചോര തളം കെട്ടി. സാവിത്രിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. 3-4 പേർ ചേർന്ന് മണികണ്ഠനെ പിടിച്ചുമാറ്റി. മണികണ്ഠൻ അവരുടെ കൈകൾ കുടഞ്ഞെറിഞ്ഞു. പിന്നെ നിലത്തൊരിടത്ത് കുനിഞ്ഞിരുന്ന് കൈകളിൽ ശിരസ് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. എന്റെ മോളെ! സാവിത്രി ബോധമറ്റ നിലത്തേക്ക് വീണു.